ദേശീയ പരീക്ഷാ ഏജൻസിയിൽ വൻ അഴിച്ചുപണി. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ പുറത്താക്കി. ഒരു മാസത്തിനകം NTA ഭരണ സംവിധാനം പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കും. വീഴ്ച വരുത്തിയവർക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കും. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, 47 ഉദ്യോഗസ്ഥരെയാണ് പുറത്താക്കിയിരിക്കുന്നത്. ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. മറ്റു വിവരങ്ങളും. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെ ഭാവി ഓർത്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ വളരെ വ്യക്തമായ തീരുമാനങ്ങളിലേക്ക് കടക്കുകയാണ്. 47 NDA ഉദ്യോഗസ്ഥരെയാണ് പൂർണ്ണമായും നീക്കുവാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ തയ്യാറായിരിക്കുന്നത്. അതായത് പരീക്ഷാ സുതാര്യത ഉറപ്പാക്കുക, രാജ്യത്ത് ഇനി നടക്കാൻ പോകുന്ന എല്ലാ മത്സര പരീക്ഷകളും, അതായത് NDA നടത്തുന്ന എല്ലാ പരീക്ഷകളിലും സുതാര്യത ഉറപ്പാക്കുക, ഒരു തരത്തിലും ചോദ്യപേപ്പറുകളോ ചോദ്യങ്ങളോ ഒന്നും തന്നെ പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടിയുള്ള ശ്രദ്ധ, അതിനപ്പുറത്തേക്ക് ഈ ചോദ്യപേപ്പറുകളുടെ അച്ചടി, വിതരണം, അതേപോലെ തന്നെ പരീക്ഷാ നടത്തിപ്പ്, ഇതിലെല്ലാം വളരെ നല്ല രീതിയിലുള്ള സുതാര്യത ഉറപ്പാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇനി ഒരു തരത്തിലും യുവജനങ്ങളുടെ ഭാവി വെച്ചുകൊണ്ട് ഒരു തരത്തിലും ഇത്തരം ഏജൻസികൾക്ക് കളിക്കാനുള്ള ഇടം നൽകരുത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 47 NDA ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും നീക്കുവാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നത്. മാത്രമല്ല, ഈ ചോദ്യപേപ്പറുകൾ പലപ്പോഴും, അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഔട്ട്സോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തുനിന്നും സ്വീകരിക്കുന്ന ഒരു നടപടികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ സുതാര്യത വരുത്തുവാൻ വേണ്ടിയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് രാജ്യത്ത് ഈ നീറ്റ് പരീക്ഷയുടെ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് CJP കടന്നിരിക്കുന്നു. CJPക്ക് വളരെ വ്യക്തമായ അജണ്ടയുണ്ട്. ആ അജണ്ടയിൽ ഉൾപ്പെടാതെ രാജ്യത്തെ യുവജനങ്ങൾ, അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനങ്ങളെ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി, അല്ലെങ്കിൽ 2047 ഭാരതത്തെ എല്ലാ തരത്തിലുമുള്ള വികസന രാഷ്ട്രമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക്, അതിലേക്ക് ഒരു പടി കടക്കുവാൻ വേണ്ടി ഈ രാജ്യത്തെ യുവജനങ്ങളെ തയ്യാറാക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NDA പൂർണ്ണമായും ഒരു ഉടച്ചുവാർക്കലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇതിനോടകം തന്നെ ഈ പേപ്പർ ചോർച്ചയുമായി, ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടുള്ള ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്ക്, അവർക്കെതിരെ ഇതിനോടകം തന്നെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചു. അതിനു പുറമെയാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറി അടക്കമുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ NDAയുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനും ആ സ്ഥാനത്ത് ഇനി ഉണ്ടാകില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുന്നത്. അതായത് വരുന്ന പരീക്ഷകളെല്ലാം സുതാര്യമാകും. ആ സുതാര്യത ഉറപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ, ഈ നടപടികളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. സുരേഷ്. യെസ്, നന്ദഗോപൻ, ഡൽഹിയിൽ നിന്നും.